20ഓളം വർഷങ്ങളായിട്ട് ഒരു കിഡിലൻ കാർ റെന്റൽ കമ്പനി നടത്തുന്ന ഒരാളാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവിക ഇതിലെന്താ ഇത്ര പ്രത്യേകത എന്നുള്ളത്, അബ്ദുറഹീമും അതുപോലെ ഇബ്രാഹിം കാർ രണ്ട് അളിയനും കൂടിയിട്ട് ഒരു റെന്റ് കാർ തുടങ്ങിയിട്ട് ആ റെന്റ് കാർ തുടങ്ങുന്ന വലിയൊരു ചരിത്രമാണ്. അങ്ങനെ ചരിത്രങ്ങളിലൂടെ വന്നിട്ട് 20 വർഷമായിട്ട് കറാമയിൽ എത്തി നിൽക്കുന്ന ആളെ, കറാമയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് കുന്നത്ത് കാർ റെന്റൽ എന്നുള്ള ഒരു കമ്പനി നടത്തുന്നത്. സാധാരണ രീതിയിൽ റെന്റ് കാർ എടുക്കുമ്പോൾ ഒരുപാട് ആൾ പറ്റിക്കപ്പെടുന്നുണ്ട്. എന്തൊക്കെ ശ്രദ്ധിക്കണ്ടേ നമ്മളിപ്പോ? അത് നമ്മള് കാർ എടുക്കുന്ന സമയത്ത് എത്ര കിലോമീറ്റർ നമുക്ക് ഓടാം എന്തെല്ലാം നമ്മൾ ചോദിക്കണം. ഡെയിലി ഓൺലൈനിലൊക്കെ ഒരുപാട് റെന്റ് കുറഞ്ഞിട്ട് വരുന്നതൊക്കെ കിലോമീറ്റർ കുറച്ച് അവർ കൊടുക്കുന്നുള്ളൂ. നമ്മൾ ചുരുങ്ങിയത് 5000 കിലോമീറ്റർ മന്തിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ കൊടുക്കും സാധാരണ രീതി. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഓൺലൈനിൽ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. കാരണം ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് അവർ കൊടുക്കുകയുള്ളൂ. അല്ലാതെ ക്യാഷ്. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഈ കാർഡ് അവരുടെ അടുത്ത് അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുമല്ലോ. കാർഡ് ഓൾറെഡി നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെക്കുക, ഫൈനൊക്കെ ഉണ്ടെങ്കിൽ ചാർജ് ചെയ്യണം. അപ്പൊ ഈ കാർഡ് ഏത് ഈ ഓൺലൈനിൽ ചെയ്യുന്നവരധികം കാർഡ് തന്നെ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെക്കുക. അപ്പൊ ഇനി അതിലെന്ത് വന്നാലും അവർക്ക് അതിന് വരച്ചെടുക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ ഇവിടെ ഏതൊക്കെ ടൈപ്പ് കാറാണ് കൊടുക്കുന്നത്? ഏകദേശം എല്ലാ വണ്ടികളും ലക്ഷറി വണ്ടികളായിട്ടുള്ള നിസാൻ പെട്രോൾ, ക്രൂസർ, സാധാരണക്കാരനുണ്ട്, വലിയ. ഇപ്പൊ അതായത് ഇപ്പൊ വീക്കിലി മന്ത്ലി അങ്ങനെ പ്ലാൻ ഉണ്ടോ? അതെല്ലാം ഉണ്ട്. ഒരു ദിവസം ആണെങ്കിലും കൊടുക്കും, മന്ത്ലി ആണെങ്കിലും കൊടുക്കും, വീക്കിലിയും എല്ലാം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇയറാണെങ്കിൽ ഇൻഡിവിജ്വൽ മാത്രമാണോ ഇപ്പൊ കോർപ്പറേറ്റ് കമ്പനികൾക്ക്? ഇപ്പൊ കമ്പനികൾക്ക് 2, 3, 4, 5 കാറൊക്കെ വേണ്ടി വരും ചില സമയത്ത്. അപ്പൊ ഇപ്പൊ ഒരു പുതിയൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ കമ്പനിയുടെ കൂടെ തന്നെ നമുക്ക് ഒരുപാട് സാധനം ചെയ്യുന്ന സമയത്ത് കാർ എടുക്കാൻ, അപ്പൊ ചിലപ്പോൾ പുതിയ കമ്പനിക്കൊന്നും കാർ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, ലോൺ എടുക്കാനൊന്നും ചിലപ്പോൾ ലോണൊന്നും കിട്ടില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്തോളൂ. അതായത് ഇപ്പൊ അവർക്ക് 1 മാസത്തേക്ക് 2 മാസത്തേക്ക് അതൊക്കെ നമ്മൾ ഏത് രൂപത്തിൽ നമ്മൾ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ പുതിയ ലൈസൻസ് ആണെങ്കിലും വണ്ടി കൊടുക്കും. അതിന് ചില ഇൻഷുറൻസിന്റെ പ്രൊസീജിയറുകൾ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു പുതിയ ലൈസൻസ് തന്നെ ആണിച്ചിട്ട് വണ്ടി കൊടുക്കാത്ത പ്രശ്നമില്ല. മലപ്പുറം കുറ്റിപ്പുറത്ത് ഭാരതപ്പുഴയുടെ ഏറ്റവും അടുത്തായിട്ട് ജീവിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു നൈർമല്യവും ആ ഒരു സ്നേഹവും അതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ വരുന്നതിന് മുമ്പ് ഇവിടെ വിളിച്ചിട്ട് ഈ ഒരു നമ്പറിൽ വിളിച്ച് നിങ്ങൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഇവിടെ റെഡി ആയിരിക്കും. പിന്നെ ദുബൈയിൽ എവിടെയും നമ്മൾ ഡെലിവറി കൊടുക്കുന്നുണ്ട്. ദുബായ് വിട്ട് ഷാർജ, അജ്മാൻ, നിങ്ങളൊക്കെ നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ എല്ലാ ഒരു ചെറിയൊരു ചാർജ് ഈടാക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തായാലും റെന്റക്കാരൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു മുഖം ഇതാണ്, ഈ ഒരു പേര് കുന്നത്ത് കാർ റെന്റൽ സർവീസ്. നിങ്ങൾ ഒരിക്കലും ഇവരുടെ അടുത്ത് പറ്റിക്കപ്പെടില്ല, അത് 100% ഗ്യാരണ്ടിയാണ്. കാരണം വർഷങ്ങളായിട്ട് ഈ ഇത്രയും അധികം ആൾക്കാരെ 20 വർഷമായിട്ട് നമ്മൾ ചെയ്യുന്ന ബിസിനസ്. ഇനിയിപ്പോ നാട്ടിൽ നിന്ന് വരുന്നവരാണെങ്കിലും GCC കൺട്രീസിൽ നിന്നാണെങ്കിലും UK, യൂറോപ്പ് എവിടെ നിന്ന് വരുന്ന നമ്മുടെ വീഡിയോ കാണുന്ന ആര് ദുബായിലേക്ക് വരുമ്പോഴും വളരെ കൃത്യമായിട്ട് നല്ല ഭാഷയിൽ നല്ല രീതിയിൽ നിങ്ങളെ സേവിക്കാനായിട്ട് ദുബായിൽ ഒരാളുണ്ട്. യു ക്യാൻ കം, ടേക്ക് ദ കാർ ആൻഡ് എൻജോയ് ദ റൈഡ് ഇൻ ദുബായ്. താങ്ക് യു വെരി മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ് റഹീം ക. കോൺടാക്ട് ദിസ് നമ്പർ ഫോർ എനി ഓഫ് യുവർ റെന്റ് കാർ സർവീസസ്. മുനീർ അൽ വഫ വിത്ത് ലവ്.